ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. ഇതിപ്പം 19th ഫ്ലോറിന്റെ 7ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ വേറൊരു ആനിമേഷൻ മൂവി ചെയ്തിട്ടുണ്ട്, അടിപൊളി മൂവിയാണ്. താല്പര്യമുള്ളവർക്ക് കയറി കാണാം കേട്ടോ. അതും ഞാൻ ലിങ്ക് കൊടുക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയും കൂടെ ആ കമ്പനിയിലോട്ട് വരുവാണ്. മെസ്സേജ് അയച്ചില്ലായിരുന്നോ, ഇന്നിവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ സംഭവം എന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ ചെല്ലുന്ന നേരം അവിടുത്തെ ഒരു എംപ്ലോയി ഉണ്ട് കേട്ടോ. അവര് വന്നിട്ട് ഇവരെ അറിയാവുന്ന കണക്ക് പെരുമാറുകയാണ്. എന്നിട്ട് ഒരു റൂമിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ അങ്ങോട്ട് വേറൊരാൾ വരികയാണ്. അപ്പൊ അത് ആരാന്ന് നോക്കുന്ന സമയത്താണ് ഈ ഹീറോയിന് നല്ല പരിചയമുണ്ട് കേട്ടോ. അതാരാന്ന് വെച്ചാല് നമ്മൾ ഈ സീരീസിന്റെ തുടക്കത്തിൽ ഒരാളെ കണ്ടില്ലായിരുന്നോ, പേടിച്ചോടുന്ന ഒരാള്, അയാളാണ് കേട്ടോ. ഇത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. ഇതിന് ശേഷം ഒരാൾ വരികയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെയും ഒരു റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ആ റൂമിൽ കയറണേന് മുമ്പ് ഈ ഹീറോന്റെയും ഫോൺ ആണെങ്കിൽ പുറത്ത് വെക്കാൻ പറയാണ്. അവിടെ ഒരു ബോക്സ് ഉണ്ട്, അതിനകത്ത് ഇട്ട് വെക്കാൻ പറയാണ്. കാരണം ഇത് സീക്രട്ട് ആണ്, പുറത്തറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ അവർ ആ റൂമിലിരുന്ന് സംസാരിക്കുന്ന നേരം ഇയാള് പറയാണ്, നമ്മൾ തലയിൽ ചിപ്പൊന്നും ഘടിപ്പിച്ചിട്ടില്ല, അത് ആ VR ഹെഡ്സെറ്റിന്റെ പുതിയൊരു ടെക്നോളജി വഴി അങ്ങനെ ഗെയിമിലോട്ട് എൻ്റർ ചെയ്യുന്നതെന്ന് പറയും. പക്ഷെ അത് കറക്റ്റ് എങ്ങനെയാന്ന് അങ്ങേര് പറയുന്നില്ല കേട്ടോ. എന്നാലും തലയിൽ ചിപ്പൊന്നും ഇല്ലാതെ എങ്ങനെയായിരിക്കും ഗെയിമിലോട്ട് എൻ്റർ ചെയ്യുന്നത്? എന്നിട്ട് അവരുടെ അടുത്ത് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറയാണ്. അതായത് ഈ ഗെയിമിൽ സർവൈവ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഇവർക്ക് പൈസ കിട്ടും കേട്ടോ. നല്ലൊരു എമൗണ്ട് ആയിരിക്കും, അത് എത്രയെന്ന് പറയുന്നില്ല. ഇതേ നേരം റൗഡി പയ്യനെ കാണിക്കുകയാണ് കേട്ടോ. റൗഡി പയ്യനാണെങ്കിൽ ഒരു കത്തിയും കൊണ്ടുവന്നിട്ട് ഓഫീസിലുള്ള എല്ലാരെയും വിരട്ടുകയാണ്, എന്റെ കൂട്ടുകാരനെ തിരിച്ചാടാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കത്തിയെടുത്ത് എല്ലാവരും നേരെയും വീശുകയാണ്. ഇതേ നേരം അവന്റെ ഫോണിലോട്ട് ആരോ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എടാ ഇത് ഞാൻ ആ കൂട്ടുകാരൻ പയ്യനാ, നീ ഇപ്പൊ എവിടാന്ന് ചോദിക്കും. ഇതാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഈ സീരീസിന്റെ തുടക്കത്തിൽ ഒരു പപ്പറ്റ് ഒരാളെ കൊന്നില്ലായിരുന്നോ, ഈ കൂട്ടുകാരൻ പയ്യനെ, അവനാണ് കേട്ടോ. അവൻ പറയും, ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോവുകയാണ്, അത് മാത്രമല്ല ചെറിയൊരു പ്രശ്നമായിട്ട് ഞാനിപ്പോൾ ഒളിവിൽ കഴിയുക, അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, കുറച്ച് ദിവസം കൂടെ ഞാൻ ഒളിവിൽ കാണുമെന്ന് പറയും. ഇതേ നേരം റൗഡി പയ്യൻ ചോദിക്കും, നീ എന്താടാ ഫോൺ എടുക്കാതെ പോയെന്ന് ചോദിക്കും. അപ്പൊ കൂട്ടുകാരൻ പയ്യൻ പറയും, എടാ അത് പഴയ ഫോണാ, അതിനെ കൊണ്ട് എനിക്ക് ഉപയോഗമൊന്നുമില്ല, ഞാൻ പുതിയ ഫോൺ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ റൗഡി പയ്യനാണെങ്കിൽ ഒന്ന് മനസ്സമാധാനപ്പെടുകയാണ്. എന്നിട്ട് ആ മാനേജറിന്റെ കൂടെ പോവുകയാണ് കേട്ടോ, കോൺട്രാക്ട് സൈൻ ചെയ്യാൻ. അങ്ങനെ ഈ മാനേജറിന്റെ കൂടെ പോകുന്ന സമയത്ത് ഈ റൗഡി പയ്യനാണെങ്കിൽ അങ്കിളിനെ കാണുന്നുണ്ട് കേട്ടോ. ഇതേ നേരം അങ്കിളിനോട് ഈ റൗഡി പയ്യൻ പറയുകയാണ്, ആലോചിച്ചും കണ്ടിട്ടൊക്കെ വേണം ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ, മണ്ടനെ പോലെ പെരുമാറില്ലെന്ന് പറയും. എന്തായാലും നമ്മളെ റൗഡി പയ്യനെയും ഹീറോയിനെയും ഇരുത്തി കണക്കത്ത വേറൊരു റൂമിൽ കൊണ്ടുവരാണ്. എന്നിട്ട് ഫോൺ പുറത്ത് വെക്കാൻ പറയാണ്. ഇതേ നേരം നമ്മുടെ റൗഡി പയ്യനാണെങ്കിൽ ആ ഫോൺ എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഓഫീസ് റൂമിൽ കയറുകയാണ് കേട്ടോ. അങ്ങനെ മറ്റേ മാനേജർ ആണെങ്കിൽ സൈൻ ചെയ്യാനുള്ള കോൺട്രാക്ട് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ റൗഡി പയ്യനാണെങ്കിൽ ഒന്ന് ചെമച്ച് കാണിച്ചിട്ട് പറയാണ്, എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമെന്ന്. അങ്ങനെ ഈ മാനേജർ ആണെങ്കിൽ വെള്ളം എടുക്കാൻ പോകുന്ന നേരം ഈ റൗഡി പയ്യന്റെ വേറൊരു ഫോൺ ഉണ്ടായിരുന്നു, അതായത് ആ കൂട്ടുകാരൻ പയ്യന്റെ ഫോൺ. അതിൽ ഈ കോൺട്രാക്റ്റിന്റെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ, ഈ മാനേജർ അറിയാതെ. ഇതിനുശേഷം കാണിക്കുന്നത് ഹീറോയിനെയും പിന്നെ ഹീറോയെയാണ് കേട്ടോ. അവര് തീരുമാനിക്കുകയാണ് ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നില്ല എന്ന്. എന്നിട്ട് അവര് പുറത്തിറങ്ങുന്ന നേരം എല്ലാവരും ഉണ്ട് കേട്ടോ. അതായത് കൂട്ടുകാരി പെൺകുട്ടി, റൗഡി പയ്യൻ, അങ്കിള്, പിന്നെ ഹീറോയിനും ഉണ്ട് കേട്ടോ. അപ്പം ഇവരെല്ലാവരും ഒരുമിച്ചാണ് പുറത്തിറങ്ങുന്നത്. ഇതേ നേരം മറ്റേ കൂട്ടുകാരി പെൺകുട്ടിക്ക് നല്ല വാശി മനസ്സിലുണ്ട് കേട്ടോ, കഴിഞ്ഞ എപ്പിസോഡിൽ ലിഫ്റ്റിലിട്ട് അടച്ചോണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹീറോയിൻ അടുത്തോട്ട് ചെല്ലുന്ന നേരം ഹീറോയിൻ ചോദിക്കുകയാണ്, നീ സൈൻ ഇട്ട് കൊടുത്തോന്ന് ചോദിക്കും. അപ്പൊ കൂട്ടുകാരി പെൺകുട്ടി പറയും, ഞാൻ സൈൻ ഇട്ട് കൊടുത്തെന്ന് പറയും. ഹീറോയിൻ പറയും, നീ എന്തിനാ അത് ചെയ്ത്, ബാ നമുക്കത് പിൻവലിക്കാന്ന് പറഞ്ഞ് അവളുടെ കൈ കയറി പിടിക്കുന്ന നേരം കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ കൈ തട്ടി മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ഹീറോയിനോട് ദേഷ്യപ്പെടുകയാണ്, എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട, എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം. അതായത് അവൾക്ക് ദേഷ്യമുണ്ട് കേട്ടോ, കഴിഞ്ഞ എപ്പിസോഡിൽ അവൾ അങ്ങനെ ചെയ്തോണ്ട്. അപ്പം എന്തായാലും നമ്മുടെ ഹീറോയിൻ ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ തിരിച്ച് ഓഫീസ് റൂമിൽ കയറി ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ആളോട് പറയാണ്, ഞാനും സൈൻ ചെയ്യുന്നു, കോൺട്രാക്ട് സൈൻ ചെയ്യാന്ന് പറയും. ഇതേ നേരം അങ്ങോട്ട് നമ്മുടെ ഹീറോ കൂടെ വരുവാണ് കേട്ടോ. എന്നിട്ട് ഹീറോയിൻ പറയും, ഞാനും സൈൻ ചെയ്യാൻ. അങ്ങനെ രണ്ടുപേരും സൈൻ ചെയ്യണം കേട്ടോ. എന്നാലും നമ്മുടെ അങ്കിളും റൗഡി പയ്യനെ സൈൻ ചെയ്തോ ഇല്ലേന്ന് കാണിക്കുന്നില്ല. ഇതിനുശേഷം നമ്മുടെ ഹീറോയിനും ആണെങ്കിൽ ഒരു ടാക്സിയിൽ എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, മിക്കവാറും ഹോസ്റ്റലിലായിരിക്കണം. എന്നാലും അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഹീറോയിന്റെ അമ്മൂമ്മ, അതായത് മുത്തശ്ശി വിളിച്ചിട്ട് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കും. അതായത് മുത്തശ്ശിയുടെ വീട്ടിലോട്ട്. എന്തായാലും ഹീറോയിൻ പറയും, ഞാൻ ഇന്ന് വരുന്നില്ല, എനിക്ക് ഇന്ന് സമയമില്ല എന്ന് പറയും. ഇതേ നേരം ആ മുത്തശ്ശിക്കാണെങ്കിൽ നെഞ്ചുവേദന വന്നിട്ട് ആ മുത്തശ്ശി കരയുകയാണ്. എന്നിട്ട് ഫോണും കട്ട് ചെയ്യാണ്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ ആണെങ്കിൽ ടാക്സി ഡ്രൈവറിന്റെ അടുത്ത് പറയാണ്, വണ്ടി യു ടേൺ എടുത്തിട്ട് ഇന്ന സ്ഥലത്തോട്ട് പോകണമെന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയിനും ആണെങ്കിൽ മുത്തശ്ശിയുടെ വീട്ടിൽ വരുവാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് നോക്കുന്ന നേരം ഈ മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ല. മുത്തശ്ശിയാണെങ്കിൽ ഈ ഹീറോയിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്നിട്ട് ഈ മുത്തശ്ശി അവിടെ നിന്ന് ചിരിക്കും കേട്ടോ. ഇതേ നേരം ഈ മുത്തശ്ശിക്കാണെങ്കിൽ നമ്മുടെ ഹീറോനെ അങ്ങ് ഇഷ്ടപ്പെട്ട്. എന്തായാലും ഈ മുത്തശ്ശിയാണെങ്കിൽ ഹീറോയിനെ ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോകണം കേട്ടോ. അങ്ങനെ ഹീറോയാണെങ്കിൽ അവിടെ ഫുഡ്
ഫുഡ് കഴിക്കുന്ന ടേബിളിൽ ഇരുത്തുകയാണ്. എന്നിട്ട് ഹീറോയിനോട് പറയാണ് പോയി ഫുഡ് എടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ ഹീറോയിൻ ഫുഡ് എടുക്കാൻ പോകുന്ന നേരം ഈ മുത്തശ്ശിയുടെ അടുക്കളയിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ഹീറോയിനോട് പറയുകയാണ് അവൻ നല്ല പയ്യനാ, അവനെ കല്യാണം കഴിക്കാനാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പറയുകയാണ്. ഇതേ നേരം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ റൗഡി പയ്യനാണ് കേട്ടോ. റൗഡി പയ്യനാണെങ്കിൽ ഏതോ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോവാണ്. എന്നിട്ട് ഒരു കസിനോ, അതായത് ഈ ചീട്ട് കളിക്കുന്ന സ്ഥലമാണ്, അവിടെ ചെന്ന് കയറുകയാണ്. അപ്പം അവിടെ ഒരാളുണ്ട് കേട്ടോ. ഈ റൗഡി പയ്യന് പൈസ കൊടുക്കാനുള്ള ഒരാളുണ്ട് കേട്ടോ. പക്ഷേ ഈ റൗഡി പയ്യൻ ചോദിക്കുന്നില്ല പൈസ. എന്താണെന്നറിയില്ല, മിക്കവാറും അങ്ങേര് പിടിച്ച് കൊടയുമായിരിക്കും പൈസ ചോദിച്ചാൽ, അതുകൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഈ റൗഡി പയ്യനാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഒരു മിനറൽ വാട്ടർ വാങ്ങുകയാണ്. ഇതേ നേരം തൊട്ട് സൈഡിൽ കൂടെ നമ്മുടെ ഫാൻ ബോയ് നടന്നു പോവാണ് കേട്ടോ. അങ്ങനെ ഈ ഫാൻ ബോയ് ചെന്ന് കയറുന്നത് ആ കസിനോയിലാണ്. ആ കസിനോയിൽ ഇരുന്ന് ചീട്ട് കളിക്കുന്ന ആളില്ലേ, അതാണെങ്കിൽ ഈ ഫാൻ ബോയുടെ അച്ഛനാണ് കേട്ടോ. ഈ ഫാൻ ബോയുടെ അച്ഛനാണ് ഈ റൗഡി പയ്യന് പൈസ കൊടുക്കാനുള്ളതും. അത് ഈ റൗഡി പയ്യൻ മനസ്സിലാക്കുകയാണ് കേട്ടോ. ഇതേ നേരം ആ ഫാൻ ബോയ് അച്ഛനോട് കുറച്ച് പൈസ ചോദിക്കുകയാണ്. എന്നാലുണ്ടല്ലോ ഈ അച്ഛൻ പറയാണ് ഞാൻ നിന്റെ കോളേജ് ഫീസൊക്കെ നോക്കുന്നുണ്ടല്ലോ, പിന്നെ നിന്റെ എക്സ്ട്രാ പൈസ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ചീട്ട് കളിക്കുകയാണ് കേട്ടോ. ഇതേ നേരം ഫാൻ ബോയ് ആണെങ്കിൽ വിഷമിച്ച് ആ കസിനോ ഒന്ന് പുറത്ത് വരികയാണ് കേട്ടോ. അങ്ങനെ പുറത്ത് വരുന്ന നേരം റൗഡി പയ്യനെ കാണുകയാണ്. അങ്ങനെ റൗഡി പയ്യനാണെങ്കിൽ ഈ ഫാൻ ബോയെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തൂടെ പോവാണ്. എന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് അവനോട് പറയാണ് നീ വിചാരിക്കുന്ന കണക്കല്ല ഗെയിം, അതിനകത്ത് വെച്ച് മരിക്കുവാണെങ്കിൽ നമ്മൾ കോമയിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അമൂൽ പയ്യന്റെ ഫോട്ടോ ഫോണിൽ കാണിക്കുകയാണ് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ നീ വേണമെങ്കിൽ ഹീറോയിന്റെ അടുത്തും കൂട്ടുകാരി പെൺകുട്ടിയുടെ അടുത്തും അങ്കിളിന്റെ അടുത്തും ചോദിക്കാൻ പറയും. എന്നിട്ട് ഈ റൗഡി പയ്യൻ പറയാണ് നിന്റെ അച്ഛൻ എനിക്ക് കുറച്ച് പൈസ തരാനുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കണമെന്ന് പറയും. അതായത് ഈ റൗഡി പയ്യൻ ഈ ഫാൻ ബോയിന്റെ അടുത്ത് ഗെയിമിൽ വെച്ച് മരിക്കാൻ പറഞ്ഞാൽ അവൻ മരിക്കണമെന്ന് തന്നെ പറയും. ഇതിനുശേഷം നമ്മുടെ ഹീറോയെയും മുത്തശ്ശിയും കാണിക്കുകയാണ് കേട്ടോ. അവരവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ. ഇതേ നേരം ഹീറോ ആണെങ്കിൽ തൊട്ടടുത്തൊരു ഫോട്ടോ കാണാണ്. അതായത് ഹീറോയിനും അമ്മുമ്മയും പിന്നെ അമ്മയായിട്ട് നിൽക്കുന്നത്. അതിനകത്ത് ഹീറോയിന് നല്ല സന്തോഷമാണ് കേട്ടോ മുഖത്ത്. അപ്പോൾ ഈ ഹീറോ മുത്തശ്ശി എടുത്ത് ചോദിക്കും ഹീറോയിൻ ഇപ്പൊ എന്താ സൈലന്റ് ആയിട്ടിരിക്കുന്നത്, എന്തോ പറ്റിയെന്ന് ചോദിക്കും. ഇതേ നേരം മുത്തശ്ശി പറയാണ് അവൾക്ക് 11 വയസ്സുള്ളപ്പം ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി, അതിനുശേഷം അവളുടെ അമ്മ മരിച്ചുവാണ് ചെയ്തത്, പിന്നാണ് ഈ ഹീറോയിൻ ഇങ്ങനെ ആയെന്ന് പറയും. അത് മാത്രമല്ല ഈ ഹീറോയിന്റെ അച്ഛനാണെങ്കിൽ അവളുടെ കോളേജ് ഫീസ് പോലും ഇതുവരെ അടച്ചിട്ടില്ല എന്ന് പറയും. ഇതേ നേരം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അടുക്കളയിൽ നിന്ന് വൃത്തിയാക്കുമായിരിക്കും. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ ആ ഡസ്റ്റ് ബിന്നിൽ ഒരു പേനയുണ്ട് കേട്ടോ. ആ പേന ഏതാന്ന് മനസ്സിലായോ? അതായത് ആ പേനയാണെങ്കിൽ ടാൻജി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിയിലുള്ള പേനയാണ് കേട്ടോ. അവിടുത്തെ സയന്റിസ്റ്റിന്റെയിലും എല്ലാവരുടെയിലും ഉള്ള പേനയാണ്. അതെങ്ങനെ ഈ ഹീറോയിന്റെ വീട്ടിൽ വന്നെന്ന് ഹീറോയിൻ അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഈ ഹീറോയിൻ ആണെങ്കിൽ മുത്തശ്ശി എടുത്ത് ചോദിക്കുന്ന നേരം ഈ മുത്തശ്ശി പറയാണ് ഞാൻ നിന്റെ റൂം വൃത്തിയാക്കുന്ന നേരം എനിക്ക് കിട്ടിയതാന്ന് പറയും. അങ്ങനെ ഈ ഹീറോയിൻ ആണെങ്കിൽ റൂമിൽ ചെന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പൊ റൂമിൽ ചെന്ന് നോക്കുന്ന നേരം ഈ ഹീറോയിൻ ആണെങ്കിൽ എന്തോ ചിന്തിക്കുകയാണ്. അപ്പൊ അത് എന്താന്ന് നോക്കുമ്പോഴാണ് ആരോ ഈ ഹീറോയിന്റെ റൂമിൽ കയറി ഇവിടെ എന്തോ തപ്പുന്ന നേരമാണ് പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് ഈ പേന കളഞ്ഞു പോയത്. അതാരാന്ന് മനസ്സിലായോ? അത് വേറെ ആരുമല്ല, അത് ഡോക്ടറാണ് കേട്ടോ. ഏത് ഡോക്ടറാന്ന് മനസ്സിലായോ? അതായത് കൂട്ടുകാരി പെൺകുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്ന ഒരു ഡോക്ടറില്ലേ, ആ ഡോക്ടർ. ഈ ഡോക്ടറാണെങ്കിൽ ഹീറോയിന്റെ ഡോക്ടറാണ്. കാരണം ആക്സിഡന്റിന് ശേഷം എന്തൊക്കെ പറ്റിയാലും ഈ ഡോക്ടറിന്റെ അടുത്തായിരിക്കും ഈ ഹീറോയിൻ പോകുന്നത് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ ഹീറോയിനും കൂടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഈ ഡോക്ടറിനെ നിരീക്ഷിക്കുകയാണ് കേട്ടോ, മാസ്ക് ഒക്കെ വെച്ചിട്ട്. ഈ ഡോക്ടറാണെങ്കിൽ ഒരു ന്യൂറോ സർജൻ ആണ്. ഇപ്പൊ പുള്ളിക്കാരന് തലയിൽ ഒരു ചിപ്പ് വയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും, എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നുന്നത്. എന്തായാലും ഹീറോ പറയും ആ കമ്പനിയിൽ നിന്ന് തന്നെ നിയമിച്ചിട്ടുള്ള ഒരു ഡോക്ടറായിരിക്കും. ഇനി ഗെയിം കളിച്ച് കോമയിൽ പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഇത് പുറത്തറിയാതെ ഒതുക്കാനുള്ള പരിപാടിക്കായിരിക്കും ഈ ഡോക്ടറിനെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഹീറോയിനും ആണെങ്കിൽ ഒരു ടാക്സി വിളിച്ചിട്ട് ഈ ഡോക്ടറിനെ പിന്തുടർന്ന് പോവാണ്, ഫോളോ ചെയ്ത് പോവാണ്. അങ്ങനെ ഫോളോ ചെയ്യുന്ന നേരം ഈ ഡോക്ടർ ആണെങ്കിൽ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കാർ ഒതുക്കുകയാണ് കേട്ടോ. അങ്ങനെ കാർ ഒതുക്കിയിട്ട് ആരെ വിളിക്കുകയാണ്. അപ്പൊ അതാരാന്ന് മനസ്സിലായോ? അത് ബോസാണ് കേട്ടോ. ബോസിനെ വിളിച്ചിട്ട് പറയാണ് അവരെന്നെ തൂക്കി, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് പറയും. അപ്പം ബോസ് പറയും സാരമില്ല, എൻ്റെ കയ്യിൽ വേറെ പ്ലാൻ ഉണ്ടെന്ന് പറയും കേട്ടോ. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഫാൻ ബോയ് ആണ് കേട്ടോ. ഫാൻ ബോയ് ആണെങ്കിൽ ഗേൾസ് ഹോസ്റ്റലിൽ വരികയാണ്. എന്നിട്ട് അവിടുത്തെ വാർഡനോട് പറയാണ് എനിക്ക് ഹീറോയിനെയും കൂട്ടുകാരി പെൺകുട്ടീനെയും കാണണമെന്ന് പറയും. എന്നാൽ ഈ വാർഡന് അവരെ ആരെയും അറിയത്തില്ല. ഈ വാർഡനാണെങ്കിൽ സെക്യൂരിറ്റി വിളിക്കുകയാണ്. കാരണം ഇവനൊരാണല്ലേ, രാത്രി കയറി വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ സെക്യൂരിറ്റി വിളിക്കുകയാണ്. അങ്ങനെ സെക്യൂരിറ്റി വിളിക്കുന്ന നേരം പുള്ളിക്കാരൻ ഫോൺ കട്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങി ഓടുന്ന നേരത്ത് താഴെ വരുവാണ്, സ്റ്റെപ്പിന്റെ താഴെ. ഇതേ നേരം സൈഡിൽ നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ പൂച്ചയ്ക്ക് ഫുഡ് കൊടുത്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഈ ഫാൻ ബോയ് ആണെങ്കിൽ അവളുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ് നമ്മളെ ഗെയിമിൽ വെച്ച് മരിച്ചു പോവാണെങ്കിൽ കോമയിൽ പോകുമോ എന്ന് ചോദിക്കും. അത് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റേ അസാസിയും പെണ്ണിന്റെ അടുത്ത് പറയണം, അത് കളിക്കല്, അത് കളിച്ചാൽ പ്രശ്നമാകുമെന്ന് പറയണമെന്ന് പറയും. പുള്ളിക്കാരന് പ്രണയം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. ഇതേ നേരം നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ ഓരോ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിക്കുകയാണ്, അവളെ ലിഫ്റ്റിലിട്ട് പൂട്ടിയതൊക്കെ. അപ്പം ഇതെല്ലാം കൂടെ ആയ നേരത്ത് ഈ കൂട്ടുകാരി പെൺകുട്ടിക്ക് എന്തോ പോലെ ആയിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ് കേട്ടോ.
കേട്ടോ. അങ്ങനെ നേരെ വരുന്നത് ഹോസ്റ്റൽ റൂമിലാണ്. ഹോസ്റ്റൽ റൂമിൽ വന്നിട്ട് അവളുടെ ഫോൺ എടുത്തിട്ട് പഴയ ഫോട്ടോയൊക്കെ നോക്കുകയാണ്. അതിനുശേഷം അവൾ അവിടെ ഇരുന്നിട്ട് കരയാണ് കേട്ടോ. ഇതേ നേരം നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടിയുടെ ഫോണിൽ ഒരാൾ ബൈക്ക് ഓട്ടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അങ്ങനെ അതെടുത്ത് വെച്ച് കണ്ടിട്ട് അതിന്റെ ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ്. അതായത് നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടി ബസ്സിൽ പോകുന്ന നേരത്താണ് നമ്മുടെ ഹീറോയിൻ ബൈക്കിൽ പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഇവളത് വീഡിയോ എടുക്കുന്ന നേരം തൊട്ട് ഫ്രണ്ടിൽ ഒരു പൂച്ച ചത്ത് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ബൈക്ക് നിർത്തിയിട്ട് ആ പൂച്ചയെ നോക്കുകയാണ്. ഇതേ നേരം ഈ കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാനും ആ വയ്യാത്ത പൂച്ചയെ കണക്കാണ്, അതായത് വണ്ടി ഇടിച്ചിടക്കുന്ന പൂച്ചയെ കണക്കാണ്, വീക്കായിട്ട് നിന്ന ആരും എന്നെ റെസ്പെക്ട് ചെയ്യത്തില്ല, ആർക്കും എന്നെ ഫ്രണ്ട് ആക്കണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് ഇടാൻ നോക്കാം കേട്ടോ. അപ്പം ഓക്കെ, ബൈ.